ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെഹ്നാസ് ഈസി ടിപ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം. നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിനായി ഞാനിപ്പോൾ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് അടിക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 4 ബ്രെഡ് അരി കട്ട് ചെയ്തിട്ട് മുറിച്ചെടുത്തതാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകമാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ പാല് കൂടിയാണ്. അപ്പം അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്നും കൂടി നന്നായി അടിച്ചെടുക്കാം. ഇതാ ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് കൈവച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ ഞാനിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇത് കുറച്ച് തിന്നായിട്ട് വേണം പരത്താൻ, അല്ലെങ്കിൽ ഉള്ളൊന്നും വേവില്ല. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ഇനി എല്ലാം ചെയ്തെടുക്കാം. ഇതാ ഞാനിപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ടയുടെ മിക്സ് ഉണ്ടാക്കാം. ഇതിനായി ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതാ ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇടണം. ഇതുപോലെ ഇനി എല്ലാം ചെയ്തെടുക്കാം. ഇതാ ഞാനിപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ നഗറ്റ്സ് പൊരിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതാ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായി തയ്യാറാക്കാം നമുക്ക്. അതുപോലെ ഒരു യുണീക്ക് ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസായി വരുന്നവരെ ബൈ ബൈ.